ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ പലതിനെക്കുറിച്ചും ചിന്തിച്ചു തുടങ്ങിയ കാലഘട്ടം. അവൻ്റെ മുന്നിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വരികയുണ്ടായി. ഇടിമിന്നൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? കാറ്റും കോളും മഴയും പെയ്യുന്നതെങ്ങനെ? രാവും പകലും നദികളും പുഴകളും ഭൂമിക്കുലുക്കങ്ങളും ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? ശാസ്ത്രീയമായ അറിവുകൾ ഇല്ലാതിരുന്ന ആദിമ മനുഷ്യൻ ഇതിനെല്ലാം പിന്നിൽ ഒരു അദൃശ്യ ശക്തിയുടെ ഇടപെടലാണെന്ന് വിശ്വസിക്കുകയുണ്ടായി. പിന്നീട് വന്ന തലമുറകളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് പിന്നിൽ ഇതേ അദൃശ്യ ശക്തിയാണെന്ന് വിശ്വസിക്കുവാനായി ആരംഭിച്ചു. ഈ അദൃശ്യ ശക്തിയാണ് മനുഷ്യൻ ആദ്യമായി ദൈവമെന്ന് വിളിച്ചതും. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുൻപ് പുരാതന ഗ്രീസിൽ അമാവാസിയും പൗർണമിയും മനുഷ്യന്റെ പ്രവൃത്തികളോടുള്ള ദൈവം തൻ്റെ ദേഷ്യവും സന്തോഷവും പ്രകടിപ്പിക്കുന്നതാണ് എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. കറുത്തിരണ്ട അമാവാസി ദിനങ്ങളെ അവർ വല്ലാതെ ഭയപ്പെടുകയും ദുർമന്ത്രവാദികളുടെയും ഡാർക്ക് മാജിക്കിൻ്റെയും ശക്തി വർദ്ധിക്കുന്ന ദിനങ്ങളായി അവയെ കണക്കാക്കുകയും ചെയ്തു. BC 3000 ജീവിച്ചിരുന്ന ഗ്രീക്ക് ജ്യോതിശാസ്ത്രജ്ഞനായ അരിസ്റ്റാർക്കോസ് സാമോസ് ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയുണ്ടായി. ഗ്രഹങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും ഓരോ ദിവസത്തെയും ചന്ദ്രനെ നിരീക്ഷിക്കുകയും ചെയ്ത അദ്ദേഹം ഒരു നിഗമനത്തിലുമെത്തി. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെ സ്ഥാനമാറ്റങ്ങളാണ് അമാവാസിക്കും പൗർണമിക്കും കാരണമായി മാറുന്നത്. അക്കാലത്തുണ്ടായിരുന്ന മറ്റൊരു ധാരണയായിരുന്നു ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെല്ലാം തന്നെ സ്വർഗമെന്നായിരുന്നു അന്നവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ അരിസ്റ്റാർക്കസ് ഇത് തെറ്റാണെന്ന് തെളിയിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഈ നക്ഷത്രങ്ങളെല്ലാം നമ്മുടെ സൂര്യനെ പോലുള്ള വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന മറ്റ് നക്ഷത്രങ്ങൾ മാത്രമാണ്. ദൂരെ കൂടുതൽ കാരണം അവ ചെറുതും തിളക്കമുള്ളതുമായി നമുക്ക് തോന്നുന്നത് മാത്രം. നമ്മുടെ ഈ പ്രപഞ്ചം മാറ്റാനാവാത്ത ചില നിയമങ്ങൾക്ക് വിധേയമാണ്. ചെറിയ ആറ്റങ്ങൾ മുതൽ വലിയ ഗാലക്സികൾ വരെ ഈ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഈ നിയമങ്ങളെ കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനുമുള്ള കഴിവാണ് മനുഷ്യൻ നേടിയ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന്. നമ്മുടെ മുൻഗാമികൾ നടത്തിയ നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ആശയവിനിമയത്തിൻ്റെയും ഫലമായി ഈ പ്രപഞ്ച നിയമങ്ങളെ നമ്മൾ ഒന്നൊന്നായി കണ്ടെത്തുകയും ചെയ്യുന്നു. ഈ നിയമങ്ങൾ പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായി നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഭൂതകാലത്തെയും വർത്തമാനത്തെയും ഭാവിയെയും ഒരു പരിധിവരെ പ്രവചിക്കുവാനും ഇവ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ മുതൽ ക്വാണ്ടം മെക്കാനിക്സിലെ നിഗൂഢതകൾ വരെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെ കൂടുതൽ അടുത്തറിയുവാനായി നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, നമ്മൾ ഒരു കല്ലെടുത്ത് മുൻപോട്ടെറിയുകയാണെങ്കിൽ അത് കുറച്ചു ദൂരം സഞ്ചരിച്ച് താഴേക്ക് പതിക്കുകയുണ്ടായിരിക്കും. അതൊരിക്കലും തിരികെ നമ്മുടെ കൈകളിൽ വരികയില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതൊരു വിപരീത പ്രവർത്തനമാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ നമ്മുടെ പ്രപഞ്ചത്തിലെ ഓരോ കാര്യത്തിനും അടിസ്ഥാനപരമായ ചില നിയമങ്ങളുണ്ട്. ഒരു ആറ്റത്തിന്റെ കണിക മുതൽ ഗാലക്സികൾ വരെ പ്രവർത്തിക്കുന്നത് ഈ അടിസ്ഥാന നിയമങ്ങൾ അനുസരിച്ചാണ്. ചുറ്റുമുള്ള എന്തിനേയും വിശദീകരിക്കുവാനായി ശാസ്ത്രത്തിന് കഴിയുമെങ്കിൽ ഇന്ന് വിശദീകരിക്കുവാൻ സാധിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭാവിയിൽ വരുന്ന തലമുറകൾക്ക് വിശദീകരിക്കുവാനായി സാധിക്കുമെങ്കിൽ, സ്റ്റീഫൻ ഹോക്കിൻസ് ചോദിക്കുന്നു, നമുക്ക് ചുറ്റുമുള്ള എന്തിനേയും വിവരിക്കുവാൻ ശാസ്ത്രം പ്രാപ്തമാണെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവമെന്ന ഒരു ആശയത്തിൻ്റെ ആവശ്യം? നമ്മുടെ പ്രപഞ്ചം രൂപം കൊള്ളുവാനായി നമുക്ക് വേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്നാമതായി മാറ്റർ, രണ്ടാമതായി എനർജി, മൂന്നാമതായി സ്പേസ്. പൊടിപടലങ്ങളുടെയും ഗ്രഹങ്ങളുടെയും രൂപത്തിൽ മാറ്റർ നമുക്ക് ചുറ്റുമുണ്ട്. സൂര്യനും നക്ഷത്രങ്ങളും പോലുള്ള ഊർജ്ജ സ്രോതസ്സുകൾ വഴി ആവശ്യത്തിന് ഊർജവും നമുക്ക് ലഭിക്കുന്നു. ഈ മാറ്ററും എനർജിയും സ്ഥിതി ചെയ്യുന്നത് സ്പേസിലാണ്. ആവശ്യത്തിലധികം സ്പേസും നമുക്ക് ലഭ്യമാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം മുൻപോട്ട് വരിക, ഇവയെല്ലാം എങ്ങനെ രൂപം കൊണ്ടു? ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് E=mc² എന്നാണ്. എനർജിയും മാറ്ററും രണ്ടല്ല. എനർജി ഉപയോഗിച്ചുകൊണ്ട് മാറ്ററിനെയും മാറ്റർ ഉപയോഗിച്ചുകൊണ്ട് എനർജിയും സൃഷ്ടിക്കുവാനായി സാധിക്കും.
സ്പേസ് രൂപം കൊള്ളുന്നത് ബിഗ് ബാങ് വഴിയാണ്. ബിഗ് ബാങ്ങിന് ശേഷം പ്രപഞ്ചം വലിയ രീതിയിൽ വികസിക്കുവാനായി ആരംഭിക്കുകയും ഈ വികാസമാണ് സ്പേസിന് രൂപം കൊള്ളുവാനുള്ള കാരണമായി മാറുന്നതും. അങ്ങനെയെങ്കിൽ ഉയർന്നു വരുന്ന അടുത്ത ചോദ്യം ഇങ്ങനെയായിരിക്കും: ബിഗ് ബാങ്ങിന് മുൻപ് എന്തായിരുന്നു? ബിഗ് ബാങ്ങിന് മുൻപ് എന്തായിരുന്നു എന്ന് വിശദീകരിക്കുവാനായി ശാസ്ത്രം ഇന്ന് പ്രാപ്തമല്ല എങ്കിലും അനേകം ഹൈപ്പോത്തസിസുകൾ നമ്മുടെ മുൻപിൽ നിലവിലുണ്ട്. ക്വാണ്ടം മെക്കാനിക്സുമായി ബന്ധപ്പെട്ട ഇന്ന് നടക്കുന്ന നിരവധി പഠനങ്ങൾ വരും കാലങ്ങളിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരവും നമുക്ക് നൽകുക തന്നെ ചെയ്യും. കാലങ്ങൾ മുൻപോട്ട് പോകുകയും ശാസ്ത്രം അതിനുള്ള ഉത്തരം നൽകുമ്പോഴും മനുഷ്യൻ അടുത്ത ചോദ്യത്തെ പിന്തുടർന്ന് പോവുകയും ചെയ്യും. മനുഷ്യൻ ഉള്ള അത്രയും കാലവും ഈ ചോദ്യങ്ങളൊട്ട് അവസാനിക്കുകയുമില്ല. ശാസ്ത്രീയപരമായി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കെല്ലാം തന്നെ അവൻ ദൈവമെന്ന ആശയം ഉത്തരമായി നൽകുകയും ചെയ്യും. പലപ്പോഴും ലോകത്ത് മതങ്ങൾ നിലനിന്നു പോകുന്നതിൻ്റെ പ്രധാന കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ മതം പഠിപ്പിച്ച് തുടങ്ങുന്നത് കൊണ്ടാണ്. അവരുടെ ബുദ്ധി വികസിക്കുന്നതിനു മുൻപ് അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഭയം നൽകുന്നു. നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരിക്കും എന്ന ഭയം അവരെ ചെറുപ്പത്തിൽ തന്നെ വലിയ രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി എത്ര പഠിച്ചാലും എത്ര വിദ്യാഭ്യാസം നേടിയാലും അവൻ എത്ര മുൻപോട്ട് പോയാലും അവൻ്റെ മതപരമായ ചിന്തകളിൽ നിന്ന് പുറത്തു വരുവാനായി അവന് സാധിക്കാതെ വരും. ഇവിടെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നില്ല. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്സ് രചിച്ച ദ ഗ്രാൻഡ് ഡിസൈൻ എന്ന ബുക്കിനെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം നമ്മുടെ പുതിയൊരു ചാനലാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി സോ ഹെൽപ്ഫുൾ ഫോർ അസ്. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.